ഭാഗ്യം ഇവിടെ ആരുമില്ല. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഈ ലോൺലി നൈറ്റ്, ഫുൾ മൂൺ, കൂൾ ബ്രീസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ സത്യം പറയട്ടെ? പറഞ്ഞോ. സത്യമായിട്ട് എനിക്ക് തണുത്ത് വിറയ്ക്കുക. പക്ഷെ നിങ്ങളാണെങ്കിൽ സ്വെറ്റർ പോലും ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആള് സ്ട്രോങ്ങാ. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ കോട്ട് ഊരത്തേ ഇല്ല. പോട്ടെ, അത് കള. എന്താ കോട്ട് വേണ്ടേ? അയ്യോ അതല്ല, പിന്നെ അത് വിട്ടുകള. കണ്ണും നടച്ചേ. വേണ്ട, ഒന്നാമത് ഭയങ്കര ഇരുട്ടാ, എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞ അനുസരിക്കുമല്ലയോ? കണ്ണടയ്ക്ക്. ശരി, അടയ്ക്കാം. പൗർണമി അമാവാസി അടുത്തടുത്ത് വരികയാണല്ലോ. എന്താ നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അതാ ഞാൻ പറഞ്ഞ കണ്ണടക്കില്ലെന്ന്. പക്ഷെ നിങ്ങൾ കണ്ണടച്ച് വന്നില്ലേ? ഞാൻ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ചുണ്ടും എന്റെ ചുണ്ടും തമ്മിൽ ഇടിച്ചേനെ, അറിയോ? പോടാ മണ്ട, നിന്നെയൊക്കെ പ്രേമിക്കാൻ കൊള്ളാവോ? മാറി നിക്ക അവിടുന്ന്. ഹലോ, എന്ന് വെച്ചാ? ഓ, തോലച്ചു. അപ്പൊ പ്രേമമായിരുന്നല്ലേ? ഓ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്തിട്ട് വരിക? അത് പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുക ഇവിടെ. കണ്ടോണ്ടിരിക്കുവായിരുന്നോ? പോടാ മണ്ട. അല്ല, ഒരു പെണ്ണ് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെയാ ചെയ്യാ? അത് പിന്നെ അപ്പോ രാത്രിയിലും ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത്. എന്തോന്നാ ഇത്? ഇതൊക്കെ ആരെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ അറിയാ? ഇവിടെ വന്നിരിക്കെ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നോ? നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വേസ്റ്റ്. പിന്നെ നീ ആദ്യം റൊമാൻസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിച്ചോ. നിങ്ങൾക്കറിയോ? അറിയാം, ഞാൻ എത്ര സിനിമയിൽ റൊമാൻസ് ചെയ്തിട്ടുണ്ട്. ഓ, ആരോടെയാ? സിനിമയിലാടാ. നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അതൊക്കെ പോട്ടെ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ഓ, ഭക്തിപടങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അമ്മേ മഹാത്മ്യം, ദേവി മഹാത്മ്യം, ശ്രീമുരുകൻ, ശ്രീ അയ്യപ്പൻ, അങ്ങനത്തെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. കഷ്ടം തന്നെ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു. ശരി, ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ 4 തവണ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ആ ഹീറോയിനും കാറിനുള്ളിൽ റൊമാൻസും ചെയ്യില്ലേ, അത് കണ്ടിട്ടുണ്ടോ? അയ്യേ, ആ സീൻ വന്നപ്പോ ഞാൻ അപ്പ കണ്ണടച്ച് കളഞ്ഞു. എനിക്ക് നാണം വന്നു. പിന്നെന്തിനാണ് ആ സിനിമ കാണാൻ പോയത്? നിന്നോട് പറയുന്നൊക്കെ വെറും വേസ്റ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ആവാം. കാണുന്നില്ല. ഏയ്, എപ്പോ പോലാണ് ഇങ്ങനെയൊക്കെ? അതൊന്നുമില്ല ചേച്ചി, ആ പോലീസുകാരി പെണ്ണ് അശ്വതയില്ലേ, അവള് ഇവനെ പ്രേമിക്കുന്നുണ്ടെന്ന് റൊമാൻസ് ചെയ്യാൻ വന്നപ്പം ഇവനെല്ലാം കൊളാക്കി. അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാന്ന് ഇവനെ പഠിപ്പിക്കായിരുന്നു. നിന്നെക്കാളും സീനിയർ ഞാനാ, പിന്നെ ഞാൻ എന്തിനാ ഉള്ളേ? ഞാൻ ചെയ്തു തരാം, നോക്ക്. ഡയറക്റ്റ് ചെയ്യാന്നാടാ പറഞ്ഞത്. അല്ല, നീ എന്ത് ചെയ്യാൻ പോവാ? ശരി, ഓക്കെ, റോൾ. എന്തോന്നാടാ ഇത് അകന്നിരിക്കുന്നത്? നന്നായിട്ട് ഒന്ന് ചിരിയടാ. അതന്നെ, അങ്ങനെ കുറച്ച് പോടേ. എടേ, എന്തിനാണ് നിന്റെ മോന്തോ ഗുണ്ടയെ പോലെ പിടിച്ചിരിക്കുന്നേ? കുറച്ച് ചിരിച്ച് അവിടെ മോത്തൊക്കെ നോക്ക്. അതന്നെ ആക്ഷൻ. എടാ, ഇങ്ങനത്തെ സീനിൽ അഭിനയിക്കുമ്പോ പല്ല് തേക്കണം, അല്ലെങ്കിൽ ചൂയിങ് എങ്കിലും ചവയ്ക്കണം. അതന്നെ, ഒന്നും കൂടി അടുപ്പിക്ക്. അടുത്തേക്ക് മുഖം, ഒന്ന് ലെഫ്റ്റിലേക്ക്. അങ്ങനെ തന്നെ, അതന്നെ. അടിപൊളി. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്താ നാടേ, ഞാൻ കൊളവാക്കിയാ? അപ്പൊ ശരി, കാണാം. ഓക്കെ. എല്ലാം നിങ്ങളുടെ സാധനങ്ങൾ എടുത്താ ഡോണ്ട് വരി, ജലവും തരും കേട്ടോ. അത് നിങ്ങൾ വേദനിക്കണ്ട കേട്ടോ. എന്തിനാണ് ഇങ്ങനെ കരയണത്? ഒരു ദിവസം വന്ന് കുട്ടിയെ കാണാം. നമുക്ക് കാണാം. സംഭവം വിചാരിച്ച് ഒന്ന് ഫീൽ ചെയ്യണ്ട, ഞങ്ങള് പോവാണ്. പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ എന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ബേബി, കേറ് മോളെ. ഓക്കെ കൂട്ടാ, വണ്ടി എടുക്ക്. അയ്യോ, ഓടിക്കോ.
ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. കണ്ടിന്യൂ. How I wonder what you are. ട്വിങ്കിൾ സ്റ്റാറായി ഓടാൻ നോക്കിയിട്ട് അവസാനം ഈ ആംഗ്രി ബേർഡിന്റെ അടുത്ത് കുടുങ്ങിയല്ലോ മോനെ. ഇനി നിങ്ങൾ 5 പേരും കാൻഡി ക്രഷ് ആകും. മുരുക, എലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് പുലിയുടെ അടുത്താണല്ലോ വന്ന് പെട്ടത്. മാറി നിൽക്കണം. വലിയ ജാട കാണിച്ച് ഞങ്ങള് വരുന്ന മുമ്പ് വണ്ടി അടിച്ച് മാറ്റാൻ നോക്കിയില്ലേ നീ? എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിയില്ലേ? അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്റെ മോനെ. ശരിയല്ലേ അനിൽ മാമ? അതെ ബോസ്. അങ്ങനെ പറ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെ ഞങ്ങള്. ഞങ്ങളുടെ അടുത്ത് നീ കളിക്കാൻ നോക്കുകയാണോ? ഈ കൂട്ടത്തിന്റെ യജമാനി നീയാണോ? ഞാൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റോ? ഈ ചുമരിലൊക്കെ വരച്ചു കാട്ടില്ല അവരാണോ? TV സീരിയൽ ആർട്ടിസ്റ്റ്. ചന്ദനമഴ കണ്ടിട്ടുണ്ടോ സർ? നന്ദിനി, നാഗകന്യക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ബോസിന് സീരിയൽ കാണാനും സമയമില്ല. He is a serious man. നിങ്ങൾക്കും TV സീരിയലൊക്കെ അഭിനയിക്കാം. വില്ലൻ കഥാപാത്രം കിട്ടും. പറയടാ. ആരടാ നീ? കറുത്തങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. സാറേ, ഞാൻ ശില്പം വിറ്റ് ജീവിക്കുന്ന അപ്പൊ നിങ്ങളൊക്കെ ശില്പം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണോ? അതല്ല സാറേ, ഞാൻ ഈ മുരുകന്റെ അയ്യപ്പന്റെ ശിവന്റെ ഒക്കെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ആളാ. ദൈവവിഗ്രഹങ്ങളെ വിൽക്കുന്നവനോ? അല്ല സാറേ, ഈ വഴിയരികിൽ കച്ചവടം നടത്തുന്ന കാര്യം പറഞ്ഞ്. നീ മണ്ടല്ലേ നിന്നോടൊന്നും ചോദിച്ചില്ല. ആരടാ ഇവൻ? ഇത്രയും ചൂടുകാലത്ത് കറുത്ത കോട്ടിട്ട് നിൽക്കുന്ന ആരാണ് നീ? പെട്ടെന്ന് പറ. ഇവനാണ് സാറേ ഞങ്ങളൊക്കെ ഓറഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഓറഞ്ചാ? ഓറഞ്ച് സാറേ, ഈ നാരങ്ങ ഉള്ളില് അല്ലിയൊക്കെ ഉണ്ടാവൂലേ? ഞാൻ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവനാ സാർ. എന്തോന്ന് അറേഞ്ച് ചെയ്യുന്നവനോ? മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് സാറിന് ഇപ്പൊ പാല് വേണം. അതെ, പാല്. കണ്ടില്ലേ ബോസ്, നമ്മുടെ സ്റ്റോറി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുവോ? അതല്ല സാർ, കുടിക്കാൻ ഇപ്പൊ പാല് വേണമെന്ന് വെച്ചോ. കടയാണെങ്കിൽ അവിടെ ഉള്ളത് ഇല്ലേ, അത് കൊണ്ടുവന്ന് തരുന്നില്ലേ? അവനാണ് സാർ ഞാൻ. ഇവന്മാര് മൊത്തം കുഴപ്പിക്കുവാണല്ലോ. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലല്ലോ. ഒന്നും കൂടി പറയാനോ? സാറേ, സാറിന് പെട്ടെന്ന് ഒരുപാട് സന്തോഷം വന്നെന്ന് വെച്ചോ. അപ്പൊ സാറിന് ഒരു ആവശ്യം വരും. ആരോടോ ചോദിക്കാൻ നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഞാനാ സാറിനെ സഹായിക്കുക. അവനാണ് സാർ ഞാൻ. നീയാ? എന്താ? ഞാനൊരു ബ്രോക്കർ ആണെന്നാ ഇത്രയും ഡീസന്റ് ആയിട്ട് പറയുന്നത്. എന്താ അവിടെ ശബ്ദം? ഇതെന്റെതല്ല. ഇവന്റെ അടുത്തുള്ള എല്ലാം കളക്ട് ചെയ്ത് വെക്കേ. അവസാനം ഇവന്റെ കഥ തീർക്കാം. നമുക്ക് വേണ്ടി വരും. അതല്ല, കോണ്ടാക്ട്സ്. അതൊക്കെ മനസ്സിലായി. ആരുടെ ഈ സുന്ദരിക്കുട്ടി? സീരിയലിൽ അഭിനയിക്കുന്ന നായികയാണോ? കാണാൻ നല്ല ഫിഗർ ആണല്ലോ, അത്യാവശ്യം നല്ല സൈസും ഉണ്ടല്ലോ. ആരടാ മുത്തേ നീ? ഡാൻസറോ? ബോസേ, ഇവളെ ഞാൻ പല പ്രാവശ്യം TV കണ്ടിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കും ബോസേ. ശരിയാണോ? അതേന്ന്, എലിമിനേഷൻ കൂടെ ആയിട്ടുണ്ടെന്ന്. എലിമിനേഷൻ ആകാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നോ? ഇതുവരെ ആരും അവരുടെ മരണത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഇതാ നിന്റെ മരണത്തിന് മുമ്പിൽ നീ തന്നെ ഡാൻസ് കളിക്കാൻ പോകുന്നു. തുടങ്ങിക്കോ. ഒന്ന് കളിക്കുന്നേ. ഞാൻ കളിക്കില്ല. കളിക്കുന്നോ? അതോ? ഞാൻ 20 വർഷമായിട്ട് TV സീരിയലിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നവളാ. കാണാൻ ചെറുപ്പമാണെങ്കിലും വയസ്സായി ഒരുപാടായി. ഇനി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല സാറേ. ഇതോ? സാറേ, ഞാൻ ഓൺലി കോണ്ടാക്ട് അത്ര മാത്രമേ ഉള്ളൂ സാർ. അപ്പൊ നീ തന്നെ ആവട്ടെ. അവരെ ഒന്നും ചെയ്യണ്ട. അവർക്കൊന്നും അറിയില്ല. ഇവരോട് എല്ലാവരോടും ഒന്നും പറയാതെ ഞാനാ വിളിച്ചോണ്ടെന്ന്. നിങ്ങൾക്ക് വേണ്ടത് വണ്ടിയല്ലേ? എടുത്തോളൂ. ഇവരെ എന്തെങ്കിലും ചെയ്താൽ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പിന്നാലെ അലിഞ്ഞലിഞ്ഞ് ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതിനാ ഇവരോട് കളിക്കാൻ പറഞ്ഞത്. കളിക്കേ. സെറ്റ് ഉണ്ടെങ്കിൽ ഡാൻസ്. എന്ത് സെറ്റ് വേണമെന്നോ? ഇതും സെറ്റാണല്ലോ. മെക്കാനിക് ഷെഡ്. എത്ര സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാ കളിച്ചോ. കൂടെ ഡാൻസ് ചെയ്യാൻ ബോയ്സ് വേണം സാർ. ഇവരോട് ചെയ്യാൻ പറയോ? ബോയ്സ് അല്ലേ? ഇവന്മാരും ബോയ്സ് തന്നെയാ. നന്നായി കളിക്കും ചെയ്യും. ഇവരൊക്കെ ബോയ്സ് ആണ്. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. മര്യാദക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുക. ഞാൻ ഡാൻസ് നീ ചെയ്യില്ല. ഇപ്പൊ ഡാൻസ് കളിക്കോ ഇല്ലയോ ഞാൻ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് തന്നെ. ആടിക്കൂടേടി. നീ കളിക്കണം. ഞാൻ ഇവിടെ ഇരുന്ന് കാണണം.